ഇന്ന് ഞാൻ വാട്ടർമെലൻ്റെ മോഡലിലുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ വത്തക്ക എന്നാണ് സാധാരണ പറയുന്നത്. ഇപ്പോൾ വീഡിയോയിലൊക്കെ ഞാൻ അങ്ങനെ വത്തക്ക എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ച് കേക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആദ്യം 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ലൈറ്റ് കളർ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരൽപ്പം ഉപ്പ്. ഇവയൊക്കെ മിക്സ് ചെയ്ത് ഒരു തവണ അരിച്ചെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടി റൂം ടെമ്പറേച്ചറിലുള്ള പാല് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണെങ്കിൽ അടുപ്പിൽ വെച്ച് ആ തണുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി. സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്യുക. കുറച്ച് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായി ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനായി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് ചെറിയ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത ശേഷം കൂടുതലായി ബീറ്റ് ചെയ്യരുത്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബട്ടർ മിൽക്ക് എടുത്ത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 തവണയായി ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് ജെൽ കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിവിടെ ടോട്ടൽ 6 ഡ്രോപ്പാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കളർ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർക്കാം. ഏഴ് ഇഞ്ചിൻ്റെ പാനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് അതിന് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെക്കണം. എന്നിട്ട് ചെറിയ സ്പീഡിൽ വെച്ച് ഒരു 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേക്കൊക്കെ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇത് തണുക്കാൻ വെക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ക്രീം 3 പാർട്ടാക്കിയിട്ടുണ്ട്. ഒന്നിൽ അല്പം റെഡ് കളർ ചേർത്ത് മിക്സ് ചെയ്യാം. കളർ ചേർത്ത ശേഷം ക്രീം ലൂസായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പനേരം അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഇതേപോലെ ഗ്രീൻ കളറും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട്. ഇത് 3 ലെയറായി മുറിച്ചെടുക്കാം. ഇനി ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുത്ത് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് ഈ ഷുഗർ സിറപ്പ്. ഇതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിന് മുകളിൽ നമ്മൾ റെഡ് കളർ ചേർത്ത ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിൽ ഡാർക്ക് കളർ ചോക്കോ ചിപ്സും വൈറ്റ് കളർ ചോക്കോ ചിപ്സും കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. ഇതേപോലെ അടുത്ത ലെയർ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതും ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ശേഷം സൈഡ് ഭാഗത്ത്
വെള്ള ക്രീം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. സൈഡിൽ മുഴുവനായി ആക്കിയ ശേഷം നൈഫ് മുന്നോട്ടും പിന്നോട്ടും ആക്കി ലെവൽ ചെയ്തെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം. അതിന് ശേഷമാണ് പുറത്തുള്ള ഗ്രീൻ കളറിലുള്ള ക്രീം തേച്ച് കൊടുക്കുന്നത്. ഇനി ഇതേപോലെ എന്തെങ്കിലും വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് താഴെ നിന്ന് മുകളിലോട്ടേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. നടുഭാഗത്ത് റെഡ് കളർ ക്രീമും ചേർത്ത് ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി മുകൾ ഭാഗത്ത് ബത്തക്കയുടെ വെള്ള പാർട്ട് വരുന്ന സൈഡിൽ അല്പം വെള്ള ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. അതേപോലെ അതിന് പുറത്ത് അല്പം ഗ്രീൻ കളറിലുള്ള ക്രീമും കൂടി ഇതേപോലെ ചുറ്റിലും ആക്കി കൊടുക്കാം. ഇനി വത്തക്കയുടെ ഡിസൈൻ പോലെ വരാൻ വേണ്ടി ഞാനിവിടെ പാലറ്റ് നൈഫിൽ അല്പം ഗ്രീൻ കളർ ആക്കിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ചുറ്റിലും ചെയ്തു കൊടുക്കാം. മുകൾ ഭാഗത്തും ഇതേപോലെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബത്തക്കയുടെ ഷേപ്പൊന്നും വന്നിട്ടില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയ ശേഷം ഈ റൗണ്ട് ഷേപ്പിലാക്കി മുറിച്ചെടുത്തതിനാൽ കൂടുതൽ കാണാൻ ഭംഗിയുണ്ടാവും. ഇത് നന്നായി തണുത്ത ശേഷം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.